ആ ഒരു പാട്ടിന്റെ പിന്നിലുള്ള കഥകൾ ഒക്കെ കേൾക്കുന്നതിനായി warm welcome sir. മാന്യ സദസ്സന് നമസ്കാരം. നന്ദി ആരെയും ഞാൻ ചൊല്ലേണ്ടു എന്ന ഒറ്റ വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേഷ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം, സെലക്ട് വൺ കോൾ ഷീറ്റ്, ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2 to 9. കേരളം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. ഞാൻ 1 മണിയായപ്പോൾ ഞാൻ 70mm പ്രസാദ് തിയേറ്ററിലെത്തി. അപ്പം ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയുടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പം ഞാനത് കേട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിൻ്റെ കവളത്തിലൂടെ. അപ്പോൾ ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത്തിരി ശോകമാണ്. അപ്പോൾ അത് ആ ഫീല് കൊണ്ടുവരണം. പക്ഷെ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഞാൻ ജോൺ സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ തരുന്നു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണം മറ്റേ പുള്ളിക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് കൂട്ടാ, എന്നെ കൂട്ടാന്ന് പറയും, കൂട്ടാ നീ ഇത് പാടും. പിന്നെ അത് വേറെ ചോദ്യമില്ല, എന്നാൽ ദേവരാജ മാഷ ശിഷ്യനാണ്. അടുത്ത സെക്കൻഡിൽ അടിയായിരുന്നു. അപ്പൊ ഞാനിത് പാടി കഴിഞ്ഞ്